ഇന്ന് രാത്രി നമ്മോട് ദൈവാത്മാവ് ശക്തമായി ഇടപെടട്ടെ. നിങ്ങളുടെ പ്രത്യാശയുള്ള പ്രാർത്ഥനയാണ് അതിന് കാരണം കൂടി ഇന്ന് രാത്രി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങൾ സാധാരണ ഈ കവലപ്രസംഗത്തിന് പോകുമ്പോൾ ഞങ്ങളോട് ചോദിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യമാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സുവിശേഷം പറയുന്നത്? മറ്റ് പല സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് പ്രസംഗിക്കാനില്ലേ? പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ സുവിശേഷം പറയുന്നതെന്ന് ഞങ്ങളോട് പലരും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അതിന് ചിലപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് മറുപടി പറയാൻ കഴിയും, ചിലപ്പോൾ പറയാൻ കഴിയാത്ത സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട്. അങ്ങനെ ആരെങ്കിലും ഇന്ന് രാത്രി ഇവിടെ കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ്റെ ഒരു ഭാഗം മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മറ്റൊരു ശുശ്രൂഷയിലേക്ക് ഒരുമിച്ച് പ്രവേശിക്കാൻ പോവുകയാണ്. ഗലാത്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പൗലോസ് ശ്ലീഹ പറയുന്നൊരു കാര്യമുണ്ട്. ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞതിന് വിരോധമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ്. അവിടെ ഗ്രീക്ക് ബൈബിളിൽ ശപിക്കപ്പെട്ടവൻ എന്ന് പറയുന്ന സ്ഥലത്ത് കൊടുത്തിരിക്കുന്നത് അനാഥിമ എന്നാണ്. എന്ന് പറഞ്ഞാൽ സുവിശേഷത്തെ ഒരു തരി പോലും മാറ്റാതെ സുവിശേഷത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത്. സുവിശേഷം എന്തുകൊണ്ട് പ്രസംഗിക്കുന്നു എന്ന് ചോദിച്ചാൽ സുവിശേഷത്തിൻ്റെ കാരണക്കാരൻ സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ടാണ് അതേ അധ്യായത്തിൽ തന്നെ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, സഹോദരന്മാരെ, ഞാൻ സുവിശേഷം പഠിച്ചത് മനുഷ്യരാലല്ല, മനുഷ്യരിൽ നിന്നുമല്ല, യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടിനത്രേ സംസാരിച്ചത്. യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടനുസരിച്ചത്രേ ഞാൻ സംസാരിപ്പാനിടയായി. ഇന്ന് രാത്രിയും ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളായ നമുക്ക് ഒരു ഉറപ്പുണ്ട്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന സുവിശേഷത്തിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അത് യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടിലൂടെ നമുക്ക് ലഭ്യമായതാണ് ഈ സുവിശേഷം എന്ന് പറയുന്നത്. ആ വെളിപ്പാട് നമ്മുടെ ഹൃദയത്തിനകത്തുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. അങ്ങനെയുള്ള ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി ഒരു പ്രാവശ്യം കൂടി നമ്മുടെ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. സ്തോത്രം. ഈ വെളിപ്പാട് ഒരാളുടെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ എന്തെല്ലാം ത്യജിക്കേണ്ടി വന്നാലും സുവിശേഷത്തിന് വേണ്ടി അതൊക്കെ ത്യജിക്കുവാൻ അദ്ദേഹം തയ്യാറാകും. ഒരു ചരിത്ര ഭാഗം കൂടി നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയിട്ട് നമ്മൾ മറ്റൊരു ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് പലർക്കും ചരിത്രം പഠിച്ചിട്ടുള്ള പലർക്കും അറിയാം, കേരളത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുന്നത്, ക്രൈസ്തവ രക്തസാക്ഷി എന്ന് പറയുന്നത് നീലകണ്ഠപിള്ള എന്ന് പറയുന്ന ഒരു ദൈവദാസനാണ്. മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലഘട്ടത്തിൽ കൊട്ടാരത്തിലെ വിശ്വസ്തനായ മനുഷ്യനായിരുന്നു അദ്ദേഹം. ഏറ്റവും നല്ല അഭ്യാസിയായിരുന്നു. 4ലധികം ഭാഷകൾ സംസാരിക്കുകയും എഴുതുകയും ചെയ്ത നീലകണ്ഠൻ എന്ന് പറയുന്ന ഈ മനുഷ്യൻ, അദ്ദേഹം കർത്താവിനെ അറിഞ്ഞതുകൊണ്ട് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്നയാൾ മാർത്താണ്ഡവർമ്മ രാജാവിനോട് പറഞ്ഞു, രാജാവേ, ക്രിസ്ത്യാനികൾ ഇങ്ങനെ വളർന്നു വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് അതൊരു വെല്ലുവിളിയായി മാറും. അതുകൊണ്ട് അങ്ങൊരു അജണ്ട തയ്യാറാക്കി തരണം, അതിൽ ഞങ്ങൾ എഴുതി തരാം, അതിലങ്ങ് ഒപ്പിട്ട് തരണമെന്ന് പറഞ്ഞു. മാർത്താണ്ഡവർമ്മ രാജാവ് അത് ഒപ്പിട്ട് കൊടുത്തു. പിന്നീടാണ് മാർത്താണ്ഡവർമ്മ അറിഞ്ഞത് വിശ്വസ്തനായ തൻ്റെ അനുയായിയും ക്രൈസ്തവ ഭക്തനായിരുന്നു. ഒന്നും ചെയ്യാൻ കഴിയാതെ അദ്ദേഹം നിന്നിട്ട് മാർത്താണ്ഡവർമ്മ രാജാവ് ഈ വ്യക്തിയോട് വന്ന് പറഞ്ഞു, അങ്ങ് യേശുവിനെ തള്ളിപ്പറയണം, തള്ളിപ്പറഞ്ഞാലേ ഒക്കത്തുള്ളെന്ന് പറഞ്ഞു. നീലകണ്ഠൻ, അദ്ദേഹം പിന്നീട് പേര് മാറ്റി ദൈവസഹായം പിള്ള എന്നാക്കി മാറ്റി. നീലകണ്ഠൻ പിള്ള പറഞ്ഞു, രാജാവേ, ഇത് ഒഴിച്ച് മറ്റെന്തും ചെയ്യാൻ ഞാൻ റെഡിയാണ്. യേശുക്രിസ്തുവിൻ്റെ ഈ സുവിശേഷം ഒഴിച്ച് അങ്ങ് പറയുന്നത് എന്തും ചെയ്യാൻ റെഡിയാണെന്ന് പറഞ്ഞു. രാജാവൻ ധർമ്മസങ്കടത്തിലായി. അദ്ദേഹം പറഞ്ഞു, എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, ഞാൻ മെമ്മോറാണ്ടത്തിൽ എഴുതി ഒപ്പിട്ട് പോയി എന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞു, അത് കുഴപ്പമില്ല രാജാവേ, അങ്ങയുടെ ഇഷ്ടം പോലെ ചെയ്യാൻ പറഞ്ഞു. ഈ നീലകണ്ഠൻ പിള്ള എന്ന് പറയുന്നയാളിന് ആദ്യമായി അദ്ദേഹത്തിന്റെ എരിക്കിന്റെ ഇല കൊണ്ട് ഒരു മാലയുണ്ടാക്കി എരിമപ്പുറത്ത് കയറ്റിയിരുത്തിയിട്ട് പട്ടണത്തിന്റെ നടുവിലൂടെ കൊണ്ടുപോയിട്ട് പറഞ്ഞു, യേശുവിനെ ആരെങ്കിലും അംഗീകരിക്കാൻ തയ്യാറായാൽ ഇതുപോലെ പരിഹാസ വിഷയമായി മാറുമെന്ന് പറഞ്ഞു. ഇതൊന്നും കേട്ടിട്ട് തല കുനിച്ചു നിൽക്കാതെ തല ഉയർത്തിപ്പിടിച്ചിട്ട് യേശുവിന് വേണ്ടിയാണ് ഞാൻ ഈ നിന്ദ സഹിക്കുന്നു എന്നുള്ള ഹൃദയത്തിനകത്ത് ഉറപ്പുള്ളത് കൊണ്ട് നീലകണ്ഠൻ പിള്ളയുടെ മനസ്സിനും മുഖത്തും സന്തോഷമല്ലാതെ മറ്റൊരു പ്രതിഭാസം അദ്ദേഹത്തിന്റെ മുഖത്തിലുണ്ടായില്ല. രണ്ടാമത്തെ ശിക്ഷ അദ്ദേഹത്തിന് കൊടുത്തു. ഒരു മരത്തോട് തന്നെ ചേർത്ത്
കെട്ടി നിർത്തിയിട്ട് തൻ്റെ ശരീരം മുഴുവൻ ചാട്ടവാറ് കൊണ്ട് അടിച്ചുഴുതു മാറ്റിയിട്ട് തൻ്റെ ശരീരത്തിലേക്ക് ഈ വെള്ളം, ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു, ഉപ്പുവെള്ളം കലക്കി തൻ്റെ ശരീരത്തിലോട്ട് ഒഴിച്ചു കൊടുത്തു. വേദന സഹിച്ചിട്ടെങ്കിലും ഈ മനുഷ്യൻ ഈ സുവിശേഷത്തിനകത്ത് നിന്ന് മാറുമെന്ന് അവർക്ക് തോന്നി. അദ്ദേഹം പറഞ്ഞു, എൻ്റെ യേശു ഇതിനേക്കാൾ വലിയ കഷ്ടത സഹിച്ചത് കൊണ്ട് ഇതെനിക്ക് ഒന്നുമില്ലെന്ന് നീലകണ്ഠപിള്ള പറഞ്ഞു. അവസാനമായി അദ്ദേഹത്തെ ഈ മലയുടെ മുകളിലേക്ക്, കാറ്റാടി മലയുടെ മുകളിലോട്ട് കൊണ്ടുപോയിട്ട് അവസാനമായി നീലകണ്ഠപിള്ളയോട് ചോദിച്ചു, ഇനി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. നീലകണ്ഠപിള്ള പറഞ്ഞു, 2 ആഗ്രഹമാണ് എനിക്കുള്ളത്. 10 മിനിറ്റ് പ്രാർത്ഥിക്കുവാൻ എനിക്ക് സമയം തരണം, എൻ്റെ സഹധർമ്മിണിയെ കാണാനുള്ളൊരു ഭാഗ്യം കൂടി എനിക്ക് തരണമെന്ന് പറഞ്ഞു. അവരുടെ പുള്ളിക്കാരൻ്റെ സഹധർമ്മിണി അടുത്ത് വന്നു. അവരുടെ പേര് ജ്ഞാനമ്മ എന്നാണ്. ഞാൻ ഒരിക്കലും മറക്കത്തില്ല, എൻ്റെ അമ്മയുടെ പേര് ജ്ഞാനമ്മ എന്നാണ്. അപ്പോൾ ജ്ഞാനമ്മയെ കാണണമെന്ന് പറഞ്ഞു. ഈ നീലകണ്ഠപിള്ളയുടെ അടുത്തേക്ക് ജ്ഞാനമ്മ വന്ന് നിന്നപ്പോൾ നീലകണ്ഠപിള്ള പറഞ്ഞ ഒറ്റ പദം ഇതാണ്, ഞാൻ കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെടാൻ പോകുന്നു. നീ അറിഞ്ഞ വെളിപ്പാടില്ലേ, നിന്റെ ഹൃദയത്തിനകത്തേക്ക് ഗുരുവായ വെളിപ്പാടില്ലേ, ആ വെളിപ്പാടിനകത്ത് നിന്ന് ഒരു സ്റ്റെപ്പ് പോലും നീ പിറകിലോട്ട് മാറാതെ ആ യാഥാർത്ഥ്യത്തിന് വേണ്ടി നിൽക്കണമെന്ന് പറഞ്ഞു. 10 മിനിറ്റ് മുട്ടുമടക്കി പ്രാർത്ഥിച്ചപ്പോൾ ആ ഭക്തന്റെ നെഞ്ചിനകത്തേക്ക് തിരുവിതാംകൂർ രാജാവിന്റെ ഓർഡർ അനുസരിച്ച് 3 ബുള്ളറ്റുകൾ അദ്ദേഹത്തിന്റെ നെഞ്ചിനകത്തോട്ട് പായിച്ചു വിട്ടു. അവിടെ നിന്ന് സ്തോത്രം പറഞ്ഞിട്ട് താൻ പ്രത്യാശ വെച്ച ദൈവത്തിലേക്ക് നിദ്ര പ്രാപിപ്പാനിടയായി. ഇന്ന് രാത്രി ഞാൻ പറയാണ്, സുവിശേഷം ശരീരത്തിന്റെ പുറത്തല്ല, സുവിശേഷം ശരീരത്തിനകത്തോട്ട് ഒരു വെളിപ്പാട് പോലെ കയറണം. അതുള്ള ദൈവമക്കൾ കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.